പീഡന പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും കേസ്. മരടിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ഓരോ ദിവസവും ഓരോ സിനിമാ പ്രവർത്തകർക്കെതിരെ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീകുമാർ മേനോനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത്. ഒരു യുവതിയാണ് പരാതിക്കാരി. എന്തെല്ലാമാണ് വിവരങ്ങൾ സുധീഷ്? വിനോദ്, പരസ്യ ചിത്രത്തിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. ഈ യുവതി 2020 കേസിനാസ്പദമായ സംഭവം നടന്നതെന്നും പറയുന്നു. മരടിലെ ഫ്ളാറ്റിൽ വെച്ച് ആണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ കൊച്ചിയിലെ തന്നെ ഒരു ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ടു. യുവതി അങ്ങോട്ട് വിളിച്ചതായിരുന്നു. 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പരസ്യ ചിത്രത്തിലേക്ക് അവസരം ലഭിക്കുമോ എന്ന് ചോദിക്കുകയും പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിയുടെ വർക്കുണ്ട്, അതിലേക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നതാണ് പരാതി. ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ആണ് പരാതി നൽകിയത്. ഇമെയിലായിരുന്നു പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടന്നത് മരടിലായതുകൊണ്ട് മരട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി എപ്പോഴായിരിക്കും യുവതിയുടെ മൊഴിയെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. എന്തുതന്നെയായാലും ഇപ്പോൾ ശ്രീകുമാർ മേനോനെതിരെ ബലാത്സംഗ കേസിൽ FIR ഇട്ടിരിക്കുകയാണ് വിനോദം. അപ്പോൾ ശ്രീകുമാർ മേനോൻ മാത്രമല്ല, മറ്റു ചില കേസുകൾ കൂടി ഉണ്ടല്ലോ സുധീഷ്. ഈ നടന്മാരായ ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെയും ലൈംഗിക അതിക്രമണത്തിന് കേസെടുത്തിട്ടുണ്ടല്ലോ. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ കേസെടുത്തിട്ടുള്ളത്? കോഴിക്കോട് നടക്കാവ് പോലീസ് ഈ കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? സംസ്ഥാനത്ത് ഉടനീളം തന്നെ ഇത്തരം കേസുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. സുധീഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും പരാതി നൽകിയിരുന്നു. അതിലും കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതെല്ലാം തന്നെ ഏത് പ്രദേശത്താണോ സംഭവം നടന്നതായി പറയുന്നത് അവിടുത്തെ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യും. പിന്നീട് അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു വരുന്ന നടപടി. അത്തരത്തിൽ പിന്നീട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി അതിനെ തുടർന്ന് രഹസ്യ മൊഴി അടക്കം മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മൊഴി മാറ്റത്തിനുള്ള സാധ്യതയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത് വെച്ചുള്ള ബ്ലാക്ക് മെയിലിംഗിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളോടുകൂടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ ഈ കേസുകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആലുവ സ്വദേശിനി മുകേഷിനും ഈ ജയസൂര്യയ്ക്കും ഒക്കെ അടക്കമെതിരെ നൽകിയ പരാതിയിൽ രഹസ്യ മൊഴിയെടുത്തിരുന്നു. ഈ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. അതെ, വളരെ വ്യക്തമാണ്.